Congenital Heart Disease Awareness Week, February 7th to 14th. നമസ്കാരം, ഞാൻ ഡോക്ടർ ഗോപിക ശേഖർ, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ IAP പ്രസിഡന്റാണ്. കുട്ടികളിൽ സാധാരണ ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങളാണ്. ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാ വർഷവും ഫെബ്രുവരി 7 മുതൽ 14 വരെ കൺജന്റൽ ഹാർട്ട് ഡിഫെക്ട് അവയർനെസ് വീക്ക് ആചരിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി ഈ വർഷം ട്രിവാൻഡ്രം IAPയും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗവും ചേർന്ന് പല ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അസുഖം വരുന്ന കുഞ്ഞുങ്ങൾ, ഹൃദയ സംബന്ധമായ ജന്മന വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് നേരത്തെ തിരിച്ചറിയാം, അങ്ങനെയുള്ള നവജാത ശിശുക്കളെ നമ്മൾ എങ്ങോട്ടാണ് റെഫർ ചെയ്യേണ്ടത്, അവരെ റെഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് അവരെ ഹൃദ്യം മുതലായ ഗവൺമെന്റ് പ്രോഗ്രാമിൽ എങ്ങനെ എൻറോൾ ചെയ്യണം, അത് കഴിഞ്ഞ് അവർക്ക് ലൈഫ് ലോങ് സപ്പോർട്ട്, ഫോളോ അപ്പ് ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ഈ ഒരു സംരംഭത്തിലൂടെ നമ്മൾ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് അവരെ നമ്മൾ യഥാസമയം ചികിത്സിക്കുകയും അവർക്ക് നല്ല രീതിയിൽ ഫോളോ അപ്പ് കൊടുക്കുകയും ചെയ്താൽ ഏതൊരു കുഞ്ഞിനെ പോലെ അവർക്ക് വളരാനും ജീവിതം ആസ്വദിക്കാനും കഴിയും. ഈ ഒരു ബോധവൽക്കരണ വീഡിയോയിലൂടെ നമ്മൾ കുഞ്ഞുങ്ങളുടെ രക്ഷാകർത്താക്കളെയും കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെയും ഈ ഒരു അസുഖത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എങ്ങനെയാണ് അത് അവർക്ക് നടപ്പിലാക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. താങ്ക് യു. അമ്മയുടെ ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞിന് ജന്മനാ ഉണ്ടാകുന്ന ഹൃദയത്തിൻ്റെ വൈകല്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് 19 മുതൽ 23 ആഴ്ചയിൽ ഫീറ്റൽ എക്കോ എടുത്താൽ നമുക്ക് ഏറെക്കുറെ വൈകല്യങ്ങൾ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സ നടത്തിക്കൊടുക്കാനും സാധിക്കും. അതേസമയം ഇത് എല്ലാവർക്കും ചെയ്യുന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് ചില അവസരങ്ങൾ നമ്മളിത് സജസ്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഡയബറ്റിസ്, അമ്മയുടെ ഡയബറ്റിസ്, SLE, അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ, അമ്മ ഏതെങ്കിലും പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്നുണ്ട്, അതുമല്ല അമ്മയുടെ മൂത്ത കുട്ടികൾക്ക്, വേറെ കുട്ടികൾക്ക് ഈ ഹൃദയ സംബന്ധമായ വൈകല്യങ്ങളുണ്ടെങ്കിലും അതുപോലെ തന്നെ അനോമലി സ്കാൻ, അതായത് 20 ആഴ്ച ചെയ്യുന്ന അനോമലി സ്കാനിൽ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങളിലെ ജന്മനാലുള്ള ഹൃദ്രോഗം എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം. പാല് കുടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ശ്വാസം എടുക്കുന്നതിനുള്ള വ്യത്യാസം, വെയിറ്റ് വയ്ക്കുന്നില്ല, ഒരുപാട് തവണ ന്യൂമോണിയ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, നീല നിറം കാണുന്നു, ഓടിക്കളിക്കുമ്പോൾ ശ്വാസ തടസ്സം, തലകറക്കം, അമിതമായ നെഞ്ചെടുപ്പ്, ബോധക്കേട് എന്നിവയാണ് സാധാരണയായി ജന്മനാലുള്ള ഹൃദ്രോഗങ്ങളുടെ രോഗലക്ഷണം. ഇതുകൂടാതെ മറ്റു പരിശോധനയ്ക്കായി വരുമ്പോൾ തിരിച്ചറിയുന്ന ഹൃദയത്തിന്റെ ശബ്ദ വ്യത്യാസം അഥവാ മർമർ, എക്സ്റേ അല്ലെങ്കിൽ ECGയിൽ കാണുന്ന വ്യത്യാസം എന്നിവയിലൂടെയും ജന്മനാലുള്ള ഹൃദ്രോഗങ്ങൾ സംശയിക്കുകയും ഒരു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുകയും രോഗനിർണയം നടത്താവുന്നതുമാണ്. ഗുരുതരമായ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ട് എന്ന് ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ സ്കാനിങ്ങിൽ കൂടി കണ്ടുപിടിക്കപ്പെട്ട കുട്ടികളുടെ ഡെലിവറി നമ്മളെപ്പോഴും മെഡിക്കൽ കോളേജോ അല്ലെ അതേപോലെയുള്ള നൂതനമായ NICU സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രിയിൽ തന്നെ നടത്തേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡെലിവറിക്ക് ശേഷം പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള മരുന്നുകൾ, വെന്റിലേറ്റർ സപ്പോർട്ട്, ശസ്ത്രക്രിയ എന്നിവ ആവശ്യമായി വന്നേക്കാം. അങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ ഒരാശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ മാറ്റുന്നതിനൊക്കെ ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എല്ലാ നവജാത ശിശുക്കൾക്കും ജനനത്തിന് ശേഷം ഗുരുതരമായ ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇതിനുവേണ്ടി രക്തത്തിലെ ഓക്സിജൻ അളവ് നോക്കുന്ന നിയോനേറ്റൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് എന്ന പരിശോധന വഴി ഒട്ടുമുക്കാൽ ക്രിട്ടിക്കലായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഹൃദയ സംബന്ധമായ വൈകല്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ നേരത്തെ തന്നെ ചികിത്സ ആരംഭിക്കാനും സാധിക്കും. നന്ദി. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ കുട്ടികളുടെ ഏറ്റവും വലിയ ആശുപത്രിയായ SIT ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം 2007 തൊട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ ഹൃദ്രോഗ ചികിത്സയ്ക്ക് സർക്കാർ നൽകിയ പ്രാധാന്യത്തിന്റെ ഭാഗമായി 2018 കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള കാത്ത് ലാബ് SITയിൽ സജ്ജമായി.
1000-ന് മുകളിൽ കുട്ടികൾക്ക് കത്തീറ്റർ ചികിത്സ, ഹൃദ്രോഗത്തിനുള്ള കത്തീറ്റർ ചികിത്സ പൂർണ്ണമായും സൗജന്യമായി ഈ കാത്ത് ലാബിലൂടെ ഇവിടെ നടത്താൻ നമുക്ക് സാധിച്ചു. ഹൃദ്രോഗങ്ങൾക്കുള്ള ഓപ്പൺ സർജറി നടത്തുന്നതിന് വേണ്ടിയുള്ള കാർഡിയാക് സർജറി തിയേറ്റർ 2021 തൊട്ട് SIT ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. 300-ൽ പരം കുട്ടികൾക്ക് സങ്കീർണമായ ഹൃദയ ശസ്ത്രക്രിയകൾ സൗജന്യമായി നൽകാൻ നമുക്ക് ഇതിലൂടെ സാധിച്ചു. വർഷങ്ങളുടെ അനുഭവ സമ്പത്തും അർപ്പണ മനോഭാവവുമുള്ള ഡോക്ടർമാരും മറ്റു ജീവനക്കാരുടെയും 24 മണിക്കൂറുള്ള സേവനവും ഹൃദ്രോഗ നിർണയത്തിനും ചികിത്സയ്ക്കുമായുള്ള എല്ലാ അത്യാധുനിക രീതിയിലുള്ള ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാക്കാൻ നമുക്ക് ഈ ചുരുങ്ങിയ കാലയളവിൽ സാധിച്ചു. SIT ആശുപത്രിയിൽ അതിനൂതനമായ അഡ്വാൻസ്ഡ് ഫീറ്റൽ എക്കോകാർഡിയോഗ്രഫി സർവീസുകൾ അവൈലബിൾ ആണ്. ഒരുപാട് രോഗികൾ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആശുപത്രി എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം 2025 ഏകദേശം 1300ഓളം ഫീറ്റൽ എക്കോകാർഡിയോഗ്രഫി നമ്മൾ ചെയ്യുകയും അതിൽ 45ഓളം കുട്ടികൾക്ക് അതിഗുരുതരമായ കോംപ്ലക്സ് കൺജന്റൽ ഹാർട്ട് ഡിസീസുകൾ, ജന്മനുള്ള ഹൃദ്രോഗങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയും ഗർഭാവസ്ഥയിൽ തന്നെ അവർക്കുള്ള ചികിത്സാ രീതികൾ നമുക്ക് പ്ലാൻ ചെയ്യാനും സാധിച്ചു. ഒരു ഫീറ്റൽ എക്കോകാർഡിയോഗ്രഫി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ ജന്മനുള്ള ഹൃദ്രോഗങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കോംപ്ലക്സ് കൺജന്റൽ ഹാർട്ട് ഡിസീസുകൾ ഏകദേശം എല്ലാം തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. അതിന് കൃത്യമായി വേണ്ട ഒരു കാര്യം കറക്റ്റായിട്ടുള്ള ഗർഭാവസ്ഥയിൽ, അതായത് 19 മുതൽ 23-ാമത്തെ ആഴ്ചയ്ക്ക് ഇടയ്ക്കായിട്ട് രോഗി ഫീറ്റൽ എക്കോയ്ക്ക് വരികയും ഫീറ്റൽ എക്കോ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ കിടപ്പ്, കുട്ടിയുടെ ഹൃദയം കാണാൻ അനുവദിക്കുന്ന രീതിയിലാണെങ്കിൽ ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട കോംപ്ലക്സ് കൺജന്റൽ ഹാർട്ട് ഡിസീസുകളും ജന്മനുള്ള SIT ആശുപത്രിയിൽ എത്തുന്ന ഹൃദ്രോഗമുള്ള കുട്ടികളിൽ രോഗം കണ്ടെത്തുന്നതിനും ചികിത്സ നൽകുന്നതിനും തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനും പീഡിയാട്രിക് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രതിജ്ഞാബദ്ധരാണ്. SIT ആശുപത്രിയിൽ ഇതിനോടകം 1300-ൽ പരം കുട്ടികളുടെ ഹൃദയ വൈകല്യങ്ങൾക്കായുള്ള ചികിത്സ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതിൽ 1000-ഓളം കീഹോൾ അഥവാ കത്തീറ്റർ ചികിത്സകളും 300-ൽ പരം ഹൃദയം തുറന്നുള്ള ബൈപ്പാസ് ആവശ്യമുള്ള ശസ്ത്രക്രിയകളും നടത്തിയിരിക്കുന്നു. കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്ന ഹൃദയത്തിനുള്ളിലെ സുഷിരങ്ങൾ ആയ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് അഥവാ ASD, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട് അഥവാ VSD, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് PDA എന്നിവയുടെ കത്തീറ്റർ ചികിത്സയാണ് ഭൂരിഭാഗവും നടന്നിരിക്കുന്നത്. എന്നാൽ വളരെ സങ്കീർണമായ നവജാത ശിശുക്കളിലെ ഹൃദയ വാൽവിന്റെ ചുരുക്കം, ശുദ്ധവും അശുദ്ധവുമായ രക്തം കലരാൻ സാധ്യതയുള്ള അപൂർവമായ രോഗാവസ്ഥകളായ പൾമണറി അട്രീസിയ, ട്രൈകസ്പിഡ് അട്രീസിയ, ഹൃദയ അറകളുടെ അഭാവം, വലിപ്പക്കുറവ് എന്നീ രോഗങ്ങൾക്കും ജീവൻ നിലനിർത്താൻ ചെയ്യുന്ന അടിയന്തര സ്വഭാവമുള്ള ചികിത്സാ രീതികളും SITയിൽ ചെയ്യുന്നുണ്ട്. PDA സ്റ്റെന്റിംഗ്, RVOT സ്റ്റെന്റിംഗ്, ബലൂൺ അയോർട്ടിക് വാൽവുലോപ്ലാസ്റ്റി, ബലൂൺ പൾമണറി വാൽവുലോപ്ലാസ്റ്റി എന്നിവയാണ് നവജാത ശിശുക്കളിൽ നിർവഹിച്ചിട്ടുള്ള കത്തീറ്റർ ചികിത്സകൾ. വളരെ അപൂർവമായി കണ്ടുവരുന്ന കൊറോണറി കാമറൽ ഫിസ്റ്റുല, മാക്ക തുടങ്ങിയവ അടയ്ക്കുന്ന ചികിത്സയും സൈനസ് വിനോസിസ് ASD, അത്യാധുനികമായ കവേർഡ് സ്റ്റെം ചികിത്സയും ഇവിടെ ലഭ്യമാണ്. പീഡിയാട്രിക് കാർഡിയാക് സർജറി ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ആരംഭിച്ചത് സേവനം അനുഷ്ഠിച്ചത് 2021 ശേഷം ഏകദേശം 200-ൽ പരം സർജറികൾ നമ്മൾ ഇവിടെ വിജയകരമായി പൂർത്തിയാക്കി. കൂടാതെ പീഡിയാട്രിക് ICU, യൂണിറ്റൽ ICU, എമർജൻസി ആയിരുന്ന ശസ്ത്രക്രിയകൾ ചെയ്തു. ഇത് രണ്ടും കൂടാതെ ഹൃദയവും ശ്വാസകോശവും നിലയ്ക്കുന്നു. യന്ത്രസഹായത്താൽ ജീവൻ നിലനിർത്തുന്നതിനായി വേണ്ട അതിനൂതനമായ ECMO എന്ന ചികിത്സാ രീതി ഇവിടെ ഇപ്പോൾ ലഭ്യമാണ്.
ഇതിനകം തന്നെ 5 കേസുകൾ ഇത് ഇവിടെ വിജയകരമായി പൂർത്തിയാക്കി. ഈ പറയുന്ന ചികിത്സാ രീതികളെല്ലാം തന്നെ ആരോഗ്യ ഇൻഷുറൻസിന്റെ കീഴിൽ പൂർണ്ണമായും സൗജന്യമായ നിരക്കിലാണ് ചെയ്തു വരുന്നത്. അനുഭവ സമ്പത്തും അതിലുപരി സ്നേഹപൂർണവുമായ രോഗി പരിചരണമാണ് ഓരോ ഡോക്ടേഴ്സും നൽകുന്നത്. വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് അവർ ഓരോ കരുതലിലും ഉൾക്കൊള്ളിക്കുന്നു. അനുഭവ സമ്പത്തും കരുണയും അർപ്പണ മനോഭാവത്തോടും കൂടിയ രോഗി പരിചരണമാണ് ഓരോ സ്റ്റാഫും നൽകുന്നത്. സ്പർശിക്കുന്ന ഓരോ ഹൃദയത്തെയും താളവ്യത്യാസമില്ലാതെ കൈകാര്യം ചെയ്യുവാൻ ഇവിടെയുള്ള ഓരോ കൈകൾക്കുമുള്ള നൈപുണ്യം ഏറെയാണ്. ഞങ്ങളുണ്ട് ഇവിടെ നിങ്ങളുടെ ഹൃദയത്തെ കാത്തുസൂക്ഷിക്കുവാൻ. താങ്ക് യു.